ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. നോക്കി എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ആ വരികൾ എഴുതിയിരിക്കുന്നത്. ഈ പാർത്തലത്തിൻ്റെ സൃഷ്ടികർത്താവ് എവിടെ വന്നു എന്നാ? എൻ്റെ ഉള്ളിൽ വന്നു എന്നാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആ എൻ്റെ ഉള്ളിൽ വന്ന സൃഷ്ടികർത്താവിനെ സ്തുതിക്കാനാണ് പറയുന്നത്. അപ്പോൾ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ. ആരെയാ? ആ രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ഈ സൃഷ്ടി നടത്തിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ നായകൻ എൻ്റെ ഉള്ളിൽ വന്നതിനുകൊണ്ട് സ്തുതിക്കാൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ ക്രിസ്തു രാജാതി രാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ ക്രിസ്തു രാജാതി രാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഒരു 2000 വർഷം മുമ്പ് യഹൂദ ഭൂപ്രദേശത്ത്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നൊരു ഭൂപ്രദേശത്ത് ജനിച്ച ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ജന്മദിനമല്ല ശരിക്കും ആഘോഷിക്കപ്പെടേണ്ടത്. അതാരും ആഘോഷിച്ചിരുന്നില്ല. സ്വന്തം അപ്പനും അമ്മയും പോലും ആഘോഷിച്ചില്ല. സ്വന്തം ശിഷ്യഗണങ്ങൾ പോലും ആഘോഷിച്ചില്ല. എന്നിട്ടാണ് നമ്മളിന്ന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്നത്. പക്ഷെ ശരിക്കും ആഘോഷിക്കപ്പെടേണ്ടത് എന്താ? ശരിക്കും ആർത്ത് പാടി സ്തുതിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ്? ആ സൃഷ്ടികർത്താവ് എൻ്റെ ഉള്ളത്തിൽ പിറന്നു എന്ന തിരിച്ചറിവുണ്ടാകുന്ന വ്യക്തികളാണ് ആഘോഷിക്കേണ്ടത്. അവരാണ് ആർക്കേണ്ടത്, അവരാണ് സ്തുതിക്കേണ്ടത്. എത്ര പേരുടെ ഹൃദയത്തിനകത്ത് ആ കർത്താവ് വന്ന് വസിക്കുന്നു എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ട്? അപ്പോൾ ഉള്ളിൽ വസിക്കുന്ന കർത്താവിനെ, സൃഷ്ടികർത്താവിനെ ആസ്വദിക്കുകയും അറിയുകയും ആ ഒരു ജോയ്. അപ്പം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ച് കഴിയുമ്പം, ഞാനിത് കുറച്ച് നാളുകൾ മുമ്പേ ഈ ടോപ്പിക് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ കൂട്ടായ്മയിലുള്ള ആൾക്കാർക്കൊക്കെ അതറിയാം. എന്തായാലും പുതിയ കൂട്ടായ്മയിലുള്ള ആൾക്കാർക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് അതിനൊന്ന് കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടെ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. നമ്മുടെ മോദിജി ജാനുവരി 3-ാം തീയതി തൃശ്ശൂർ വരുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴത്തേക്ക് മോദിജി തൃശ്ശൂരിലെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് 4-ാം തീയതി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ. ആരാ വരുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി ജാനുവരി 4-ാം തീയതി നിങ്ങളുടെ വീട്ടിനകത്ത് വരുന്നു എന്ന് നിങ്ങൾക്ക് ഇന്ന് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു. അദ്ദേഹം BJPയുടെ ലീഡറാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വക്താവാണെന്നോ ഉള്ള നിലയിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ പൊസിഷനിലിരിക്കുന്ന നമ്പർ 1 പൗരനായ ആ പ്രധാനമന്ത്രിയായ വ്യക്തി നമ്മുടെ ഭവനത്തിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങളുടെ കയ്യിൽ കൺട്രോൾ നിൽക്കത്തില്ല. 4-ാം തീയതി അദ്ദേഹം വരുന്നുവെന്ന് ഇന്നൊരു വിളംബരം അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നാളെ രാവിലെ പോലീസ് ഓഫീസേഴ്സും അതിൻ്റെ സ്ക്വാഡും സെക്യൂരിറ്റി വിങ്ങും ഡോഗ്സ് വിങ്ങും എല്ലാ പരിപാടികളും കൂടെ സന്നാഹങ്ങളും കൂടെ നിങ്ങളുടെ വീടങ്ങ് വളയും. പിന്നെ നിങ്ങൾക്ക് അടുക്കളയിൽ കയറി ചായ ഇടണമെന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂമിൽ കിടന്നൊന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ വേണം.
നിങ്ങളുടെ കയ്യിൽ നിന്ന് കൺട്രോൾ അങ്ങ് പോകും. പിന്നെ ആ വീടിൻ്റെ കംപ്ലീറ്റ് സുരക്ഷിതത്വം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഓഫീസേഴ്സ്, പോലീസ്, പട്ടാളത്തിൻ്റെ കയ്യിലായിരിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അദ്ദേഹം വരുമ്പോഴത്തേക്ക് എനിക്ക് അദ്ദേഹത്തിനൊന്ന് ഒരു മാല ഇടണം അല്ലെങ്കിൽ ഒരു ചായ കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് ആ കാര്യങ്ങളിൽ ആരും ഏറ്റെടുക്കും? ഈ സെക്യൂരിറ്റി വിങ് ഏറ്റെടുക്കും. നിങ്ങൾക്കൊരു മാല ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാല എവിടെ നിന്ന് മേടിക്കണം, ഏത് രീതിയിലാണ്, അതിൻ്റെ പരിശോധന, എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടേ നിങ്ങളെ മാല ഇടാൻ സമ്മതിക്കത്തുള്ളൂ, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും. സോ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങളുടെ വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ നമ്മുടെ കൺട്രോൾ പോകുമെങ്കിൽ അതിനെക്കുറിച്ച് ശരിക്കും കാര്യവിചാരകത്തോടു കൂടെ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ആ ഒരു വൈഡ് ആംഗിൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ ഇത്രയും കോലാഹലമാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നായകനായ രാജാതിരാജാവായ കർത്താവായ ആ നമ്പർ 1 പേഴ്സണാലിറ്റി എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഉണ്ടാകേണ്ടുന്ന വികാരങ്ങൾ അതിങ്ങനെയൊന്നും പ്രകടിപ്പിച്ചാൽ പോരെന്നേ. നിങ്ങളുടെ വീട്ടിൽ 4-ാം തീയതി പ്രധാനമന്ത്രി വന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-ാം തീയതി തൊട്ട് നിങ്ങൾ ആ ജംഗ്ഷനിൽ കൂടെ അപ്പുറത്തിപ്പുറത്തെ കൂടെയൊക്കെ നടക്കുന്നതിന് വേറൊരു സ്റ്റൈലായിരിക്കും. നമ്മുടെ മമ്മൂട്ടി ശ്രീനിവാസനൊക്കെ അഭിനയിച്ച ഒരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടി സിനിമ നടനായിട്ട് അഭിനയിച്ചൊരു ചിത്രമുണ്ട്. മമ്മൂട്ടി സിനിമാ നടനായിട്ട് ശ്രീനിവാസൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ശ്രീനിവാസൻ്റെ വൈഫും പിള്ളേരും ഒക്കെ നാട്ടുകാരും കാണിക്കുന്നൊരു ഗമയുണ്ട്, കണ്ടിട്ടുണ്ടോ? സോ ഇതുപോലെ ആയിരിക്കും പ്രധാനമന്ത്രി നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോയെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ദിവസം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സ്റ്റാറാണല്ലേ. സോ ഇതിനേക്കാളും മേൽത്തരമായ ഒരു അവസ്ഥയാകണം എൻ്റെ ഉള്ളിൽ ആ സൃഷ്ടികർത്താവ് വസിക്കുന്നു, എൻ്റെ ഉള്ളിലിരിക്കുന്നു എന്ന് പറയുമ്പം എൻ്റെ ഔട്ട് പോറിങ്, എൻ്റെ പുറമേയും എൻ്റെ അകമേയുമുള്ള വികാരങ്ങളും എൻ്റെ ചെയ്തികളും എൻ്റെ സംസാരവും എൻ്റെ രീതികളെല്ലാം അങ്ങനെ അങ്ങ് മാറണം. ആ രീതിയിൽ ആ പാട്ട് പാടുമ്പോഴാണ് അതിനർത്ഥം ഉണ്ടാകുന്നത്. അപ്പോൾ സ്തുതിപ്പിൻ എന്ന് ഇങ്ങനെ കരഞ്ഞ് പാടണമല്ല അത്. ആ ഉള്ളിലിരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ മഹത്വം, മഹിമ, ആ ശരിക്കുമുള്ള ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കുമ്പം ശരിക്കും എൻ്റെ വായിൽ നിന്ന് ഉയരുന്ന സ്തുതി എന്ന് പറയുന്നത് വേറെ ലെവലിലാവും. ആ 4-ാം തീയതി നരേന്ദ്രമോദി നിങ്ങളുടെ സ്റ്റെപ്പിൽ കാലെടുത്ത് വെച്ച് നിങ്ങളുടെ മുറിക്കകത്തേക്കൊന്ന് കയറി കഴിയുമ്പം നിങ്ങളുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും? നിങ്ങളുടെ ഫേസിനകത്തുള്ള എക്സ്പ്രഷൻ, നിങ്ങളുടെ കണ്ണുകളുടെ എക്സ്പ്രഷൻ, നിങ്ങളുടെ ശബ്ദം എങ്ങനെയായിരിക്കും? സോ ഇതിൻ്റെ 100 ടൈംസ് ആയിരിക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ എക്സ്പ്രഷനിൽ നിന്ന് വരുന്ന കാര്യം. ആ പ്രപഞ്ച നായകനെ ഞാൻ വഹിക്കുന്നു, എൻ്റെ ഉള്ളിൽ വന്നു എന്നറിയുമ്പോൾ എനിക്കുണ്ടാകേണ്ടുന്ന സന്തോഷം. അതാ അടുത്ത് പാടുന്നത്. ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആ ആനന്ദം പാടുമ്പോൾ ആനന്ദം വെളിയിൽ വരണം. അതകത്ത് ആ വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ ആനന്ദത്തിന് പാട്ടിൽ കൂടെ വെളിയിൽ ആനന്ദം വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ചത്ത ആനന്ദം മാത്രമേ വരത്തുള്ളൂ. ഇച്ചിരി ശ്രുതിയും ഇച്ചിരി താളമൊക്കെ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ശരിക്കും അകത്ത് ആളുണ്ട് എന്ന് പറഞ്ഞ് പാടുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ താളവും ശ്രുതിയും ഒന്നും കാണത്തില്ല. പക്ഷെ ആ വാക്കുകൾക്കകത്ത് ആനന്ദം അങ്ങോട്ട് വ്യക്തമായിട്ട് പ്രസരിക്കും. നിങ്ങളൊന്ന് ഇപ്പോൾ ഒരു 2 മിനിറ്റ് കണ്ണടച്ചൊന്ന് അങ്ങ് ആ ഒരു ആനന്ദം ഒന്ന് പാടി നോക്കിയേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആണോ? എന്താന്ന് പാടി നോക്ക്. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ
എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ശരിക്കും അപ്പൻ ഉള്ളിലുണ്ട്, ആ പ്രപഞ്ചനായകൻ ഉള്ളിലുണ്ട് എന്നുള്ള ഉറപ്പിൽ പാടുമ്പം വരികളുടെ ആ ഗാംഭീര്യം മാറും, ഈണം മാറും, ആ സ്വരം മാറും. അപ്പോൾ ഈ പാട്ട് എഴുതിയ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന ആ പരമപിതാവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് എഴുതാൻ പറ്റിയത്. ഇത് പാടുന്ന സമയത്ത് അതിൻ്റെ അനുഭവമില്ലാത്ത ഒരു വ്യക്തി പാടുന്നതും ആ അനുഭവമുള്ള ഒരു വ്യക്തി പാടുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടാകും. അപ്പം നമ്മൾ തത്വമസി എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്ന അതേ കാര്യം, നമ്മൾ അന്തർയാമി, ഉള്ളിലിരുന്ന് വഴി നടത്തുന്ന, നിയന്ത്രിക്കുന്ന, ഉള്ളിൽ നിന്ന് നമ്മെ മുമ്പോട്ട് നയിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാമിനകത്തൂടെ കടന്നു പോയതാണ്. സോ അന്തർയാമി, ഇത് തന്നെയാണ് ഈ പാട്ടിലൂടെയും ആ പാട്ടിൻ്റെ രചയിതാവ് പറയാൻ ആഗ്രഹിച്ചിരിക്കുന്ന മർമ്മം. ഇതാണ് ശരിക്കും പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ലയനത്തിൽ സംഭവിക്കുന്ന ആനന്ദം, പരമാനന്ദം. ആ വ്യക്തികൾ ഇങ്ങനെയല്ലെങ്കിലും പല രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും, വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ലയനം സംഭവിച്ച, ഉള്ളിൽ ജീവാത്മാവിൻ്റെ ആ ഉള്ളിലേക്ക് പരമാത്മാവിൻ്റെ ലയനം സംഭവിച്ച ആ പ്രപഞ്ച സൃഷ്ടാവിനെ ആവാഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ലോകത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും പോയി നിന്ന് ജയാളിയായിട്ട് നിൽക്കാൻ പറ്റും. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ ക്രിസ്തു രാജാതിരാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ ക്രിസ്തു രാജാതിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ